നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ എന്ന ദ്വീപിലേക്കാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. പാതിരാമണൽ ദ്വീപിലേക്ക് വരാൻ മുഹമ്മയിലെ കായപ്പുറം ബോട്ട് ജെട്ടിയിൽ എത്തണം. അവിടുന്ന് ദ്വീപിലേക്ക് ഒരു ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഒരാൾക്ക് 2 സൈഡിൽ കൂടെ 100 രൂപയാണ് ചാർജ് വരുന്നത്. കായപ്പുറം ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ടിൽ കയറിയിട്ട് വേമ്പനാട് കായലിലെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഇതിലെ പോവാം. ഇവിടെ വരുന്നവർക്ക് സ്പീഡ് ബോട്ടിലൊക്കെ കയറാൻ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് അതൊരുക്കിയിട്ടുണ്ട്. പാതിരാമണൽ ബോട്ട് ജെട്ടിയിൽ 100 രൂപയാണ് ടിക്കറ്റ്. ആ നേരെ കാണുന്നതാണ് പാതിരാമണൽ ദ്വീപ്. ദ്വീപിലേക്ക് വരുമ്പോൾ ഒരു പാസ് ഉണ്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. 20 രൂപയാണ് പാസിന്. ഇപ്പം ഇവിടെ ഒരു ഫെസ്റ്റ്, പാതിരാമണൽ ഫെസ്റ്റ് നടക്കുന്നു. പിന്നെ ദ്വീപിലുള്ള ഗുരുമന്ദിരത്തിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നു. അതുകൊണ്ട് ദ്വീപിൽ കുറച്ച് തിരക്കുണ്ട്. ഇതിനകത്ത് കാണിച്ചുകുളങ്ങര യൂണിയന്റെ ഒരു ഗുരുദേവ ക്ഷേത്രമുണ്ട്. അവിടെ ഇപ്പോൾ പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് ദ്വീപൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി നല്ല സ്ഥലമൊക്കെ കണ്ടിടമെല്ലാം വെച്ച് കുറച്ച് ഫോട്ടോ എടുത്തു. ഇതൊരു ചെറിയ ദ്വീപാണ്. പണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് അവരെ ഒഴിപ്പിക്കുകയും എന്നിട്ട് ഇവിടെ വിനോദസഞ്ചാരത്തിന് വേണ്ടി മാത്രമാക്കുകയും ചെയ്തു. ഈ പാതിരാമണൽ ദ്വീപിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് മരങ്ങളുടെ വള്ളി ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. പിന്നെ ഇവിടെ ഒരു ബേർഡ് സാങ്ച്വറി കൂടെയാണ്. ഉടുമ്പ് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരെണ്ണത്തിനെ പോലും കണ്ടില്ല. ഇവിടെ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ടാണ് ഇത്ര ആള്. അപ്പോൾ ഇതുവരെ ആളില്ലാത്ത സമയത്തേക്ക് വരുവാണെങ്കിൽ സമാധാനമായിട്ടിരുന്ന് ചൂണ്ടയിടാനും മീൻ പിടിക്കാനും പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ സൺസെറ്റ് ആസ്വദിക്കാനും എല്ലാം നല്ലൊരു സ്ഥലമാണ് ഇവിടെ. ഇതാണ് ഇവിടെ ഉള്ള ഏറുമാടം. അതിൻ്റെ മുകളിലൊക്കെ കയറി കാണാൻ നല്ല അടിപൊളിയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ച് കായപ്പുറം ബോട്ട് ജെട്ടിയിലേക്കുള്ള ബോട്ടും കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, ഇതേപോലെയുള്ള വീഡിയോയ്ക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും ബൈ.